ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2298. ഇന്ന് ഏപ്രിൽ മാസം 16-ാം തീയതി 106-ാമത്തെ ദിവസത്തിലെത്തി. ഏതൊരാളുടെ മുമ്പിൽ രണ്ട് ജീവിത സാധ്യതകളും വെച്ചിട്ടുണ്ടത്രേ. ഏതും തിരഞ്ഞെടുക്കാം. ഏതു വിധത്തിലും അവനവന്റെ ഭവനം പണിയാം. ക്രിസ്തുയേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം, അതെ, മണൽപ്പുറത്തും വീട് പണിയാമെന്ന്, ഉറപ്പുള്ള പാറമേലും ഭവനം പണിയാമെന്ന്. ഇതിലെ രണ്ട് സാധ്യതകളും ഭൂമിയിലെ മനുഷ്യർ തിരഞ്ഞെടുക്കുന്നുണ്ടാവും, പ്രയോജനപ്പെടുത്തുന്നുണ്ടാവും. എന്തായാലും ഭൂമിയിലെ ഭൂരിപക്ഷം മനുഷ്യരും ഇങ്ങനെ മണൽപ്പുറത്ത് ഭവനം പണിതവരും പണിയുന്നവരുമാണ്. ഉറപ്പുള്ള പാറമേല് അത് കുറെ കൂടി കഠിനമായ ഒരു കർമ്മമായി മാറുന്നുണ്ടാവും. അതെ, ക്രിസ്തുയേശുവിനെ അറിയുന്ന ഏതൊരാളുടെ മുമ്പിൽ രണ്ടു തരം ജീവിതമുണ്ട്. നമ്മൾ ജീവിക്കുന്ന സാധാരണ ജീവിതം അതിലൊന്നാണ്. രണ്ടാമത്തേത് നമുക്ക് ജീവിക്കാവുന്ന കുറെ കൂടി കുലീനമായ ഒരു ജീവിതവും. ഓരോരോ സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിക്കാവുന്ന ആ ജീവിതത്തെക്കുറിച്ചൊരു ധാരണ പോലും ഇല്ലാതെയാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ജീവിച്ചില്ലെന്ന് കരുതി നിങ്ങളൊരു കുറ്റവാളിയൊന്നും ആകുന്നില്ല. അതെ, കുറേയും കൂടി കുലീനമായിട്ട് ജീവിക്കാത്തത് കൊണ്ട് ഞാൻ വലിയ കുറ്റവാളിയൊന്നും ആയിട്ടുണ്ടാവില്ല. എന്നാൽ ജീവിതത്തിനൊരു ആഴമുണ്ടാവും, ജീവിതത്തിനൊരു അഴകും ചന്തവും ഉണ്ടാവും. അത് നിങ്ങൾ അറിയണമെന്ന് പോലുമില്ല. എൻ്റെ ഈ ജീവിതത്തിന് എന്തുമാത്രം അഴകും ചന്തവും ഉണ്ടെന്ന് ഞാൻ പോലും അറിയുന്നില്ല. എങ്കിലും മനുഷ്യനിണങ്ങി ശ്രേഷ്ഠതയോട് ജീവിക്കാൻ നമ്മളും ഒന്ന് പഠിക്കണ്ടേ? അതിന് ശ്രമിക്കാതെ ഒടുവിൽ കടന്നു പോകേണ്ടി വരിക എന്തൊരു ദുരിതമാണ്. സമ്പത്തും സ്ഥാനമാനങ്ങളും സൗന്ദര്യവും അറിവും തുടങ്ങിയ ബാഹ്യമായ അലങ്കാരങ്ങളൊന്നുമല്ല ഒരാളുടെ ജീവിതത്തിന്റെ നിലവാരം നിർണ്ണയിക്കുന്നത്. ഇതൊക്കെയുണ്ടെങ്കിലും ചില മനുഷ്യർ എത്ര പെട്ടെന്നാണ് നമ്മളെ തന്നെ മടിപ്പിക്കുന്നത്. കുറെ കൂടി അഗാധമായി ജീവിക്കാനായിട്ട് ക്രിസ്തുയേശു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുറെ കൂടി ആഴപ്പെട്ട് ജീവിക്കാനായിട്ട് ഓരോ ദിനവും. അതുകൊണ്ട് തന്നെ സുവിശേഷം തരുന്ന ചില വെളിച്ചത്തെയും ഊർജത്തെയും കണ്ടെത്തി ഉൾക്കൊണ്ട് സ്വീകരിച്ച് ജീവിപ്പാനായിട്ട് ഏതൊരാൾക്കും സാധിക്കട്ടെ. ആമേൻ.